ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീനാരായണ ഗുരുദേവന്റെ സത്യദർശനം എന്നതാണ് ഇന്നത്തെ വിഷയം. വളരെ വിശാലമായൊരു വിഷയമാണത്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എത്ര സംസാരിച്ചാലും തീരാത്ത വാക്കുകൾക്ക് അതീതമായൊരു തലമാണ് സത്യദർശനത്തിൻ്റെത്. നമ്മൾ ചിന്തിക്കുക, എന്താ ഈ സത്യദർശനം? എന്താ സത്യം, എന്താ അസത്യം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദർശിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാക്കുകൊണ്ടും തൊക്കുകൊണ്ടും ഒക്കെ സ്പർശിക്കുന്ന ഒരുപാട് ഭൗതികമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെ നമുക്ക് സത്യദർശനം എന്ന് പറയാൻ പറ്റൂ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കുറച്ച് വലിയ വിഷയമാണ്, 1 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിയുന്നതും അതിനെ ചുരുക്കി പറയണം. ഈ കാഴ്ചകൾ മുഴുവൻ സത്യദർശനമാണോ? നമ്മൾ ചിന്തിക്കാം. ചിന്തിച്ചാലേ ഈ വാക്കുകളുടെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യദർശനമാണോ? ഈ കാണുന്ന ഈ ശരീരം സത്യമാണോ? ആണോ? അല്ല. കാരണം ഈ ഇരിക്കുന്ന ഞാൻ പോലും എന്നിവിടെ നിന്ന് പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പിടി ചാരമായിട്ട് മാറേണ്ടവർ. ഒരു പിടി ചാരം. അത് ഏത് വലിയ പൊസിഷനിലായാലും ആരെ കത്തിച്ചാലും ചാരമാണ് കിട്ടുക. അതാണ് ശിവൻ ഈ ചാരം ശരീരം മുഴുവൻ അണിഞ്ഞ് ശ്മശാനത്തിൽ നൃത്തം വെക്കുന്നത്. വെറുതെ അല്ല. ശിവൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര കാര്യങ്ങളാണ്. ശിവൻ എന്ന് പറയുന്നത് ഒരു മൂർത്തിയായിട്ട് കാണാതെ അതിനൊരു ഒരു ആശയമായിട്ട് കണ്ടാൽ, കുണ്ടലിനിപ്പാട്ടിൽ പറയുന്നുണ്ട്, കുണ്ടലിനിപ്പാട്ടല്ലാട്ടോ അത്, പാമ്പാട്ടി ചിന്താണ്. അതിൽ കുണ്ടലിനി ഇല്ല. ഞാൻ വീണ്ടും പറയാണ്, അതിൽ കുണ്ടലിനി ഇല്ല. അത് പാമ്പാട്ടി ചിന്താണ്. നമ്മുടെ ജീവാത്മാവ് ഈ സുഖദുഃഖങ്ങൾക്കിടയിൽ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവാത്മാവാകുന്ന പാമ്പിനെ ശിവമഹിമ പറഞ്ഞ് മകുടിയൂതി സ്വാസ്ഥ്യത്തിൽ നിർത്തുന്നതാണ് സ്വസ്ഥത. നമ്മൾ സ്വസ്ഥത എന്ന് പറയും. എന്താ സ്വസ്ഥത? സ്വത്തിൽ സ്ഥിതി ഇരിക്കുന്നതാണ് സ്വസ്ഥത. നമുക്ക് ആർക്കും സ്വസ്ഥതയില്ല. ഉണ്ടോ? എനിക്കില്ല. ഈ പറയുന്ന എനിക്കില്ല. ഈ പറയുന്ന ആർക്കെങ്കിലും ഉണ്ടോ? സ്വാമിമാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ സ്വസ്ഥത ഇല്ലാത്തത്? സ്വം എവിടെയാണെന്ന് നമുക്കറിയില്ല. സ്വം സ്ഥിതി ചെയ്യാനായിട്ട് നമുക്കറിയില്ല. സ്വം എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണ്ട സ്ഥിതി ചെയ്യാൻ, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ സ്വം എവിടെയായിരിക്കണെന്ന്? ഈ സ്വം ആണ് സത്യമായിട്ടുള്ളത്. അതാണ് സത്യം. സത്യദർശനം എന്ന് പറയുന്നത് പുറത്തേക്ക് നോക്കിയിട്ട് കാണുന്ന കാഴ്ചകളല്ല. അത് മുഴുവൻ മറഞ്ഞു പോകും. നമ്മൾ ഈ കാണുന്നത് മുഴുവൻ മറഞ്ഞു പോകും. നമ്മളെക്കാട്ടിലും ഇവിടെ ആയുസ്സുണ്ട് ഈ നിൽക്കുന്ന മാവുകൾക്കും മരങ്ങൾക്കും ഒക്കെ. അവർ നമ്മൾ ചത്താലും ഇവിടെ നിൽക്കും. ഇങ്ങനെ ചിലപ്പോൾ 100 കൊല്ലം ഇതിൻ്റെ 200-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിൻ്റെ 200-ാം വർഷം, സർവ്വമത സമ്മേളനത്തിൻ്റെ 200-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? നന്നാൽപ്പാഞ്ചൻ സ്വാമി ഉണ്ടാവില്ല, ഗുരുപ്രകാശനും ഉണ്ടാവില്ല, പ്രബോധതീർത്ഥി ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. ഞാൻ അടുത്തന്നെ പോവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാലത്തിന് അതീതമായിട്ട് നിൽക്കുന്നതാണ് സത്യം. ഞാൻ അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിക്കുക. കാരണം ദൈവദശകത്തിൽ ഗുരു പറഞ്ഞത്, ദൈവത്തെ വിശേഷിപ്പിച്ചൊരു വാക്കെന്താ? നീ സത്യം, ജ്ഞാനം, ആനന്ദം. ഇത് സർവമത പ്രാർത്ഥനയല്ല ദൈവദശകം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതിൽ ശരിക്കും ഭാരതത്തിൻ്റെ വേദ ഉപനിഷത്ത് പാരമ്പര്യങ്ങളുടെ അതിൻ്റെ എസൻസ്, അതിൻ്റെ അമൃതം ഊറ്റിയെടുത്തിട്ടാണ് ഗുരു എഴുതിയിട്ടുള്ളത്. ഒരു ഉപനിഷത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നീ സത്യം എന്ന് പറഞ്ഞു. എന്താ സത്യമായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ വയറ് വിശന്ന് തുടങ്ങിയെന്ന് അറിയാം, എന്നാലും ഒരു ചെറിയ മാനസികമായ എക്സസൈസ് എന്ന് പറയാം. എന്താ സത്യം? നമ്മുടെ ധാരണ നുണ പറയാണ്ടിരിക്കുന്നതൊക്കെ സത്യമാണ്. അല്ല, നുണ പറയാതിരിക്കുന്നത് സത്യമല്ല. ഈ പ്രപഞ്ചത്തിൽ ത്രികാലങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നതാണ് സത്യം. കാലം ബാധിക്കാത്തതാണ് സത്യം. ഗുരു പറയുന്നുണ്ട്, നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. എന്താ വരികളുടെയൊക്കെ ഒരു അർത്ഥം അറിയോ? നീ സത്യം, ജ്ഞാനം, ആനന്ദം. അല്ലയോ ദൈവമേ, നീ ആരാകുന്നു? നീ സത്യമാകുന്നു, ഒരു കാലത്ത് നശിക്കാത്തതാകുന്നു. നീ ജ്ഞാനമാകുന്നു, ആ സത്യത്തെ സ്വന്തം ബോധമായിട്ട് ഉൾക്കൊള്ളുന്ന ജ്ഞാനമാകുന്നു. ആ സത്യവും ജ്ഞാനവും ചേരുമ്പോഴാണ് സത് ചിത് ആനന്ദം, സച്ചിദാനന്ദം, നശിക്കാത്ത ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. ആ സത്തും ചിത്തും തമ്മിൽ ചേരണം. അല്ലാത്ത ആനന്ദങ്ങളൊക്കെ നശിക്കും. അല്ലാത്ത ആനന്ദങ്ങൾക്കൊക്കെ പുറകെ ദുഃഖം വരും. നിങ്ങൾ വിചാരിക്കും ബാറിൽ പോയിരുന്നൊന്ന് കുടിച്ച് ബോധം കെട്ട് കഴിഞ്ഞാൽ ആനന്ദമായി. അത് ആനന്ദമല്ല, വിനാശ.
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സുഖം, ഒരു നല്ല പലഹാരം തിന്നുമ്പോൾ, അല്ലെങ്കിൽ കുറെ കാശ് കിട്ടുമ്പോൾ, എന്തെങ്കിലും വേറെ നേടുമ്പോൾ അതൊക്കെ ആനന്ദാണ്. ശാരീരിക സുഖം അല്ലാത്ത സുഖങ്ങളൊക്കെ ആനന്ദാന്ന് വിചാരിക്കും. അല്ല, അത് നശിക്കും, അടുത്ത നിമിഷം നശിക്കും, പിന്നെ അത് ദുഃഖവും അല്ലേ. അപ്പോ നശിക്കാതെ നിൽക്കുന്നത് ത്രികാലം. ഗുരു പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നീ തന്നെ വർത്തമാനവും. നമ്മളെ സംബന്ധിച്ച് ഏത് കാല സത്യം ചിന്തിച്ചിട്ടുണ്ടാ? ഏത് കാല നമ്മളെ സംബന്ധിച്ച് സത്യം? വർത്തമാനം മാത്രം. ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് പലരും. നീ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. അതിനെല്ലാവരും പറയണത് വർത്തമാനവും ഭൂതവും ഭാവിയും നീ തന്നെ. അങ്ങനെയല്ല അതിനർത്ഥം. എന്നോട് ഗുരു പറയാൻ പറഞ്ഞതാ ഞാൻ പറയുന്നത്. കാരണം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വർത്തമാനകാലത്തിൽ നിന്നും വേറല്ല. അതായത് വർത്തമാനകാലം മാത്രം സത്യം. നമ്മളെ സംബന്ധിച്ച് ഭൂതകാലവും ഇല്ല, ഭാവി കാലവും ഇല്ല. എന്താ ഞെട്ടിയ? നമ്മൾ ഏത് സമയം എവിടെയാ? പാവം നമ്മളൊക്കെ ജീവിക്കുന്നത് ഏത് കാലത്തിലാ? വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കാറില്ലേ? നമ്മൾ ഏത് കാലത്തിലാ ജീവിക്കുക? ഭൂതത്തിലും ജീവിക്കും, ഭാവിയിലും ജീവിക്കും. അയ്യോ, അന്ന് അത് മേടിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പൊ എത്ര കാശ് കിട്ടണ്ട, അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ എന്ത് നന്നായാൻ, അന്ന് അവളെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ അവനെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വല്ല കാര്യമുണ്ടാ? ഭൂതത്തെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റൂ. പിന്നെ നമ്മുടെ മനസ്സെവിടെയാ? ഭാവിയിലാ. ഇനി വരുന്നത് അങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്യണതും പറഞ്ഞ് ഭാവിയിലേക്ക് പോകും. ശരിക്കും ഭൂതഭാവികൾക്കിടയിൽ പെൻഡുലം പോലെ ആടുന്ന മനസ്സാണ് എൻ്റെ നിങ്ങളുടെ. നമുക്ക് തന്ന വർത്തമാനകാലത്തെ നമ്മൾ ഒരിക്കലും അറിയാറില്ല, അനുഭവിക്കാറില്ല, ആസ്വദിക്കാറില്ല. ഇപ്പോ ഇത് സംസാരിക്കുന്നതാണ് നമ്മളെ വർത്തമാനകാലം. പക്ഷെ ഇവിടെ പലരും ഇപ്പൊ എവിടെയാവും? വിശന്നിട്ട് വയ്യ, അടുക്കളയിൽ അത് ശരിയായാവോ, ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാ പോവാൻ പറ്റാവോ, അല്ലെ? ഇതൊക്കെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ പാടില്ല. എന്താ പറയട്ടെ, ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റിൽ നിൽക്കുമ്പോഴാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓതും മൊഴി എന്ന് പറഞ്ഞ് പറയുന്ന വർത്തമാനമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അകത്തിരിക്കുന്ന അക്ഷരം, നാശമില്ലാത്തത്, അതാണ് അക്ഷരം. അതും നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നീ സത്യമാണ്. ആ സത്യമായിട്ടുള്ളതിന് ത്രികാലങ്ങള് ബാധകം അല്ല. ഇന്നലെയും ഇന്നും നാളെയും എന്ത് നിലനിൽക്കും? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ നിലനിൽക്കുന്നത് മാത്രമാണ് സത്യം. ആ സത്യത്തിനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കണ്ണും നട്ടിരുന്നത് ദർശിക്കാൻ പറ്റില്ല. അതാണ് ഗുരു ഭംഗിയായിട്ട് ആത്മോപദേശകൻ തുടങ്ങിയപ്പോ നമ്മളോട് പറഞ്ഞു. പെട്ടെന്നൊന്നും ആത്മാവിനെ പിടികിട്ടില്ല കേട്ടാ. ആത്മാവിനെ പിടികിട്ടണമെങ്കിൽ എന്ത് വേണം? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരു. ആ കരു കിട്ടണ എന്ത് വേണം? കണ്ണുകൾ 5 ഉള്ളടക്കി തെര വീണു വണങ്ങി യോതിടണം. നമുക്കിപ്പോ എന്തും കിട്ടും, എന്തും വാങ്ങാൻ കിട്ടും, എന്ത് ആനന്ദവും ഈ കയ്യിൽ ഈ പെട്ടിയുണ്ടെങ്കിൽ അത് കിട്ടും. പക്ഷേ ആത്മസുഖം അറിയണമെങ്കിൽ, ആത്മാവ് എന്തെന്നറിയണമെങ്കിൽ, ഞാൻ ആരെന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുകൾ 5 ഉള്ളടക്കണം.